സുഹൃത്തുക്കളെ, ഞാൻ മുഹമ്മദ് സിദ്ദീഖ് പുത്തഞ്ചാലിൽ. SIRമായി ബന്ധപ്പെട്ട് വളരെ വിഷയങ്ങളാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. നിരവധി BLOമാർ കടുത്ത മാനസിക സംഘർഷത്തിൽ ആത്മഹത്യ ചെയ്യുകയും കൊഴിഞ്ഞു വീഴുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മളോട് തുടക്കത്തിൽ ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചിരുന്നത് BLOമാർ വീടാന്തരം കയറി ഇറങ്ങി നമുക്ക് ഫോം തരികയും ആ ഫോം അവർ തന്നെ അക്നോളജ് ചെയ്ത് പൂരിപ്പിച്ച ഫോം അക്നോളജ് ചെയ്ത് നമുക്ക് തരും എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഈ ജോലിഭാരം മൂലം പലപ്പോഴും ക്യാമ്പുകളൊക്കെ സംഘടിപ്പിച്ചാണ് നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രധാന വിഷയം ഇതിൽ സൂചിപ്പിക്കാനുള്ളത്, നിലവിൽ 2022 വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവർക്ക് അവരുടെ മാതാപിതാക്കളുടെയോ സഹോദരങ്ങളുടെയോ ഭാഗം നമ്പർ വച്ച് ഇപ്പോൾ അപേക്ഷ നൽകാം എന്നുള്ളതാണ് നമ്മളോട് പറഞ്ഞിരുന്നത്. പക്ഷെ അവിടെ ഒരു പ്രശ്നം സംഭവിച്ചത്, 2025 വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത ആളുകൾക്ക് BLOമാർക്ക് ഫോം നൽകാൻ കഴിയാത്ത സാഹചര്യം വന്നു. അതായത് 2025 വോട്ടർ പട്ടികയിലെ ഫോട്ടോ പതിച്ച പ്രിൻ്റ് ഔട്ട് മാത്രമാണ് അവർക്ക് ലഭ്യമായിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ ഉള്ള പ്രിൻ്റ് ഔട്ടുകൾ, ഫോട്ടോ പതിച്ച പ്രിൻ്റ് ഔട്ടുകളാണ് BLOമാർ വിതരണം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതില്ലാത്ത 2025 വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവർക്ക് നേരത്തെ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായി ഇനി അടുത്ത ഘട്ടത്തിൽ മാത്രമാണ് അപേക്ഷിക്കാൻ സാധിക്കുക. അതിൽ ആശങ്കപ്പെടേണ്ടതില്ല. ഡിസംബർ 4 കരട് പട്ടിക പ്രസിദ്ധീകരിക്കും. SIRൻ്റെ ഭാഗമായ പുതുക്കിയ പട്ടികയുടെ കരട് ഡിസംബർ 4 പ്രസിദ്ധീകരിക്കും. അത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. അതിൽ നമ്മുടെ പേര് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. യഥാസമയം പരിശോധിച്ച് ഇല്ലെങ്കിൽ അതിന് വീണ്ടും അപേക്ഷ നൽകുകയോ മറ്റു നടപടികൾ ചെയ്യുകയോ ചെയ്യേണ്ടതാണ്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ BLOമാരിൽ നിന്നും ഫോം ലഭിക്കാത്ത, ഫോട്ടോ പതിച്ച ഫോം ലഭിക്കാത്ത ആളുകൾക്ക് നേരത്തെ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായി ഡിസംബർ 4 ശേഷമുള്ള, അതായത് കരട് പട്ടിക പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള ഫോം 6 പ്രകാരമുള്ള ഇൻക്ലൂഷൻ ഫോമിൽ കൂടി മാത്രമാണ് അവർക്ക് ഇപ്പോൾ പുതിയതായി SIRൽ ഉൾപ്പെടാനുള്ള അപേക്ഷ നൽകാൻ കഴിയുക. നിലവിൽ അറിയിച്ചത് പ്രകാരം പ്രത്യേക രേഖകളില്ലാതെ തന്നെ പഴയ നമ്മുടെ ബന്ധുക്കളുടെ വോട്ടർ ഭാഗം ഉപയോഗിച്ച് അതിൽ ചേർക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എങ്കിലും പ്രധാനപ്പെട്ട രേഖകളായ ജനന സർട്ടിഫിക്കറ്റ്, റേഷൻ കാർഡ്, ആധാർ ഇതുപോലുള്ള രേഖകളൊക്കെ സൂക്ഷിച്ചു വെക്കുന്നത് നല്ലതാണ്. ചിലപ്പോൾ സമർപ്പിക്കാൻ ആവശ്യപ്പെടുകയും അതിനാവശ്യമായ സമയമില്ലാതെ വരികയും ചെയ്താൽ അത്തരമൊരു സാഹചര്യം മുൻകൂട്ടി കണ്ട് ഇത്തരം രേഖകൾ ഈ പറയുന്ന ആളുകൾ തയ്യാറാക്കി വെക്കുക. അപ്പോൾ ഡിസംബർ 4 ശേഷം പെട്ടെന്ന് തന്നെ ഇൻക്ലൂഷൻ ഫോം നമ്പർ 6 നൽകാനായിട്ട് നമ്മൾ തയ്യാറായിരിക്കുക. അതോടൊപ്പം എല്ലാവരും തന്നെ കരട് പട്ടികയിൽ തങ്ങളുടെ പേര് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്യുക. വീണ്ടും കാണാം.